നമസ്കാരം. ഏതു നിമിഷവും ഇസ്രായേലും ഇറാനും തമ്മിൽ വീണ്ടും യുദ്ധം ആരംഭിക്കാനുള്ള സ്ഥിതിഗതികളാണ് നിലവിലുള്ളത്. അതായത് ഇറാൻ ഇസ്രായേൽ പ്രശ്നങ്ങൾ ഒന്നും അവസാനിച്ചിട്ടില്ല എന്നതാണ് സത്യം. നിലവിൽ കാര്യങ്ങൾ താൽക്കാലികമായി ഒരു ശമനം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതായത് ഇറാൻ വീണ്ടും ആണവായുധ നിർമ്മാണവുമായി മുന്നോട്ട് പോയാൽ വീണ്ടും ബോംബിടാൻ മടിക്കില്ല എന്ന ട്രംപിന്റെ പ്രസ്താവന കഴിഞ്ഞ ദിവസം വന്നിരുന്നു. ഈ പ്രസ്താവന വിരൽ ചൂണ്ടുന്നത് പ്രശ്നങ്ങൾക്കൊന്നും അവസാനിച്ചിട്ടില്ല എന്നതിലേക്ക് തന്നെയാണ്. ഇറാൻ ഇസ്രായേൽ യുദ്ധം ഇപ്പോഴൊന്നും അവസാനിക്കില്ലെന്നും ഇപ്പോൾ കാണുന്നത് ഒരു താൽക്കാലിക ശാന്തി മാത്രമെന്നാണ് ട്രംപിന് പറയാനുള്ളത്. ഇനിയൊരു യുദ്ധമുണ്ടായാൽ അത് നേരത്തേതിനേക്കാൾ കൂടുതൽ തീവ്രമായിരിക്കും. അതായത് രക്തച്ചൊരിച്ചിലുകൾ അധികമായിരിക്കും. ഇക്കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഇതിനിടയിൽ യുഎസിന്റെ സ്റ്റേറ്റ് സെക്രട്ടറിയായ മാർക്കോ റൂബിയോ ഷഹബാസ് ഷെരീഫിനെ വിളിച്ച ശേഷം ഇറാൻ ഒരു കാരണവശാലും ആണവായുധം വികസിപ്പിക്കാൻ പാടില്ല എന്ന ആവശ്യമാണ് ഉന്നയിച്ചത്. അതായത് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയോട് ഒരു താക്കീതെന്ന നിലയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. എന്തുകൊണ്ടാണ് ഇക്കാര്യം യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി പാകിസ്ഥാനോട് ഉന്നയിക്കാൻ കാരണം? അതായത് ഇറാൻ ആണവായുധം നിർമ്മിക്കാൻ തുടങ്ങിയപ്പോൾ പാകിസ്ഥാനിൽ നിന്നും ചില സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ ആണവായുധവുമായി ബന്ധപ്പെട്ട് സുപ്രധാന വിവരങ്ങൾ ഇറാന് കൈമാറിയിരുന്നു എന്നാണ് വിവരം. ഇറാനുമായി നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്ന സമയത്താണ് ഈ വിവരങ്ങൾ കൈമാറിയതെന്നാണ് സൂചന. എന്തായാലും ഈ സാഹചര്യത്തിൽ രണ്ടു വെള്ളത്തിൽ കാല് ചവിട്ടുന്ന പാകിസ്ഥാന്റെ നിലപാടിന് ശക്തമായ താക്കീതാണ് യുഎസ് നൽകിയിരിക്കുന്നത്. ഇറാന്റെ വിവരങ്ങൾ ചോർത്തി നൽകിക്കൊണ്ട് അമേരിക്കയിൽ നിന്നും പണം തട്ടിയെടുക്കുകയും മറുവശത്ത് ഇറാന്റെ വിവരങ്ങൾ ചോർത്തി നൽകിക്കൊണ്ട് പണം തട്ടുന്നു എന്ന കാര്യവും വ്യക്തമല്ല. എന്തായാലും പാകിസ്ഥാനിൽ ഇറാനെ പിന്തുണയ്ക്കുന്നവരും അമേരിക്കയെ പിന്തുണയ്ക്കുന്നവരുമുണ്ട്. അസീം മുനീർ അമേരിക്കയെ പിന്തുണയ്ക്കുന്നു എന്ന കാര്യത്തിലും ഒരു സംശയമില്ല. എന്നാൽ ഇറാനെ പിന്തുണയ്ക്കുന്നവർ ഇറാനെ സഹായിക്കുന്ന പല കാര്യങ്ങളും, അതിപ്പോൾ ഇന്റലിജൻസ് റിപ്പോർട്ടായിരുന്നാലും അങ്ങനെ പല കാര്യങ്ങളിലും സഹായിക്കുന്നുണ്ട്. ചിലപ്പോൾ അമേരിക്കയുടെ ആക്രമണത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ കൊടുക്കുന്നതാവും. അങ്ങനെ അമേരിക്ക ഇറാനു നേരെ അപ്രതീക്ഷിതമായ ആക്രമണം അഴിച്ചുവിട്ടിട്ടുണ്ടാവും. അവർക്ക് അവരുടെ യുറേനിയം നഷ്ടമായിട്ടില്ല. അതെല്ലാം തന്നെയും അവർ തികച്ചും സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റിയിരുന്നു. എന്തായാലും പൂർണ്ണമായും അവരുടെ ആണവായുധം തകർക്കാൻ അമേരിക്കയ്ക്ക് സാധിച്ചിട്ടില്ല. ഏതാണ്ട് 10 ആണവായുധം നിർമ്മിക്കാൻ കഴിയുന്ന യുറേനിയം ഇറാന്റെ കൈവശം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇറാന്റെ ആണവായുധ നിർമ്മാണവുമായി പാകിസ്ഥാന് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന സംശയവും നിലവിൽ ഉയർന്നു വരുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാനെ വിളിച്ച് അമേരിക്ക താക്കീത് നൽകിയതും. ഇനിയൊരു യുദ്ധമുണ്ടായാൽ ഇറാനൊപ്പം പാകിസ്ഥാനെ അമേരിക്ക ലക്ഷ്യം വയ്ക്കും. അതായത് ഇനി യുദ്ധം ചെയ്യാനുള്ള സാധ്യതകളാണ് മുന്നിൽ തെളിയുന്നത്. അതോടെ പാകിസ്ഥാന്റെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമാകും.